എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇന്നൊരു സന്തോഷ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആനിവേഴ്സറിയാണിന്ന്. നമ്മുടെ ചാനലിലെ ഇതുവരെയുള്ള വളർച്ചയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും എൻ്റെയും സ്ട്രോബെറി ചാനൽ ഫാമിലിയുടെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സ്നേഹം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു സർപ്രൈസ് ഗീവ് അവേ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇനി വരുന്ന ഓരോ ആഴ്ചയിലും ഒരു ലക്കി വിന്നറിനാണ് ഈ സർപ്രൈസ് ഗിഫ്റ്റ്. ആദ്യത്തെ ലക്കി വിന്നറിനെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഈ ആഴ്ചത്തെ ലക്കി വിന്നർ ഈ വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പീനട്ട് ബട്ടർ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. കുട്ടികൾക്കൊക്കെ ബ്രെഡിലെ ജാം തേക്കുന്നതിലും ഹെൽത്തി പീനട്ട് ബട്ടർ യൂസ് ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് പീനട്ട് ബട്ടർ. ന്യൂട്രിയൻ റിച്ച് ആയ പീനട്ട്സ് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് കിഡ്സ് സ്പെഷ്യൽ റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇതാണ് ശരിക്കുള്ള പീനട്ട്. ഇതിൻ്റെ ഈ തോട് പൊളിച്ചാൽ എല്ലാത്തിനകത്തും 2 നട്ട്സ് വെച്ചുണ്ട്. ഇത് റോ പീനട്ട്സ് ആണ്. പീനട്ട് ബട്ടർ തയ്യാറാക്കാനായി നമ്മൾ ഈ പീനട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ 2 കപ്പ് പീനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കയ്യിലിട്ടൊന്ന് തിരുമിയാൽ കുറേയൊക്കെ തൊലി പോകും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലിട്ടൊന്ന് തിരുമിയാലും കുറേയൊക്കെ തൊലി പോകും. അപ്പോൾ ഇതിൻ്റെ മൊത്തം തൊലി ഈ സമയത്ത് കളയണമെന്നില്ല. അത്യാവശ്യം ഒന്ന് തിരുമിയാൽ പോകുന്നതൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനായി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ പകുതിയെ റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം ഇത് ഇളക്കുന്ന സമയത്ത് ചൂട് കൂടുതലാണെന്ന് തോന്നിയാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ റോ ടേസ്റ്റ് മാറിയോ എന്നറിയാം. ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കുറേയൊക്കെ പോകുന്നുണ്ട്. ഇത് നന്നായി റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലി വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. അതായത് ഇപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി കപ്പലണ്ടി കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറാനായി ഒന്ന് മാറ്റി വയ്ക്കാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ തൊലി മാറ്റാൻ നല്ല എളുപ്പമാണ്. അതായത് കണ്ട് ഇതുപോലെ ഒന്ന് തിരുമിയാൽ തന്നെ എല്ലാ തൊലിയും നല്ല ക്ലീൻ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ തൊലിയെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് പീനട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കണം. റോസ്റ്റഡ് പീനട്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട, അത് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു 8 സെക്കൻഡ് പൊടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. സോൾട്ടഡ് പീനട്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കണ്ട. ഇനി ഇത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കരുത്. ഒരു 3 സെക്കൻഡ് ഗ്യാപ്പിൽ കുറേശ്ശെ ആയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതായത് ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ തേൻ ഇതിലേക്ക് ചേർക്കുകയാണ്. തേനിന് പകരം നിങ്ങൾക്ക് ശർക്കരയോ ബ്രൗൺ ഷുഗറോ ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഇത് വീണ്ടും അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 സെക്കൻഡ് വെച്ച് നിർത്തി 10 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതുപോലെ കട്ടി കൂടി വരുമ്പോൾ മിക്സി ചൂടാകും. അപ്പോൾ മിക്സി ഒത്തിരി അങ്ങ് ചൂടാകുകയെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബാക്കി അരയ്ക്കാം. ഇനി ഇത് ഇതുപോലെ പല തവണയായിട്ട് ചെറിയ ഗ്യാപ്പിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം പീനട്ട് ബട്ടർ സ്ട്രക്ചറിലോട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ജാറ് നന്നായി ചൂടായിട്ടുണ്ട്. ഞാനതുകൊണ്ട് തണുക്കാനായി ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ബാക്കി കൂടി അരയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ പെർഫെക്റ്റ് പീനട്ട് ബട്ടറിൻ്റെ ടെക്സ്ചറിലായിട്ടുണ്ട്. അങ്ങനെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി ചാനൽ ഗിവ് അവേ ലക്കി വിന്നേഴ്സിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. 3 കാറ്റഗറി ആയിട്ടാണ് ലക്കി വിന്നേഴ്സിൻ്റെ ഈ ലിസ്റ്റ് ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുകയും വീഡിയോസ് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തവരാണ് ആദ്യത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജോ ലൈക്ക് ചെയ്യുകയും അതിൽ വരുന്ന പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക. ഇവരൊക്കെയാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ പെടുന്നത്. ഞങ്ങളുടെ റെസിപ്പികൾ നോക്കി നിങ്ങൾ തയ്യാറാക്കിയ വിഭവങ്ങളുടെ ഫോട്ടോസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും
ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുകയും ചെയ്യുന്നവരാണ് മൂന്നാമത്തെ ലിസ്റ്റിലുള്ളത്. ഇന്നു മുതൽ ഇനി വരുന്ന ഓരോ ആഴ്ചയിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ ഈ ലിസ്റ്റിൽ പെടുന്ന ഒന്നിലധികമോ ആൾക്കാർക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. സ്ട്രോബെറി ചാനൽ സമ്മാന പെരുമഴയിലെ ഇന്നത്തെ ലക്കി വിന്നേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. കാറ്റഗറി 1 വിന്നറിനെ അടുത്ത ആഴ്ചയിൽ തിരഞ്ഞെടുക്കും. കാറ്റഗറി 2 വിന്നർ വിനീത. ഇന്നത്തെ ലക്കി വിന്നേഴ്സ് നിങ്ങളുടെ സമ്മാനം സ്വന്തമാക്കാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ ഇമെയിൽ ID വഴിയോ 7 ദിവസത്തിനുള്ളിൽ കോൺടാക്റ്റ് ചെയ്യുക. കാറ്റഗറി 3 വിന്നർ ഹേമ ജോർജ്. ഇതിനി ഒട്ടും വെള്ളമയമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. റൂം ടെമ്പറേച്ചറിൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും, എങ്കിലും പുറത്ത് വയ്ക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ഇത് പൂത്തു പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് 2 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഇനിയപ്പോൾ നിങ്ങൾ ആരും കടയിൽ നിന്നും പീനട്ട് ബട്ടർ വാങ്ങരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. റെസിപ്പിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പേരും ഈ ലക്കി വിന്നർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ട എല്ലാ ഡീറ്റെയിൽസും എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ചാനലിൻ്റെ യാത്രയിൽ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.